ഹലോ ഹായ് നിത്താറിലാണ്. വിഷു ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം വിഷു പ്രമാണിച്ചിട്ട് ഞാനൊരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇത് നമ്മളുടെ സെറ്റ് മുണ്ടാണ്. സെറ്റ് മുണ്ടൊക്കെ എല്ലാവരും ഈ ഒരു ഉത്സവകാലം അല്ലെങ്കിൽ ആഘോഷം ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പം ഞാനിപ്പോൾ എടുത്തത് പുതിയതല്ല, കുറച്ച് പഴയൊരു സെറ്റ് മുണ്ടാണ്. അപ്പം അതിൻ്റെ മേലെയാണ് ഇപ്പം ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇപ്പം വിഷു ആയത് കാരണം തന്നെ എല്ലാവരും കണിയൊക്കെ വെക്കുമ്പോൾ കണിക്കൊന്നയാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണിയിൽ വെക്കുമ്പോൾ കണിക്കൊന്ന പൂക്കൾ നമ്മൾ വെക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ കണിക്കൊന്നയുടെ ഒരു പിക്ചറാണ് ഞാനിതിൻ്റെ മേലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് 2 കളറ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല കണിക്കൊന്നേൻ്റെ കളറിലുള്ള നല്ല യെല്ലോ പെയിൻ്റാണ്. ദെൻ അതിൻ്റെ തണ്ടിലൊക്കെ വരുന്ന പോലെയുള്ള നല്ല ഗ്രീന് കളറ്. ഈ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ 2 തരം ബ്രഷാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു സ്പാർക്ക്ലിംഗ് പേൾ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യണോ വേണ്ടെന്ന് ലാസ്റ്റ് തീരുമാനിക്കുക. ഇതൊരു ഗ്രീൻ കളറാണ്. ഇത് വെച്ചിട്ടാണ് ഈ 3 കളറ്, മെയിനായിട്ട് ഈ 2 കളറ് വെച്ചിട്ടാണ് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മേലെ ഞാൻ തന്നെ വരച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വെറും പ്ലെയിനാണ് കേട്ടോ. പിന്നെ ഈ ഒരു കസവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പം ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ മുന്നേ കുറേ ഫാബ്രിക് പെയിൻറ്റിങ് സാരിയിലും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വർക്കൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു വർഷങ്ങൾക്ക് ശേഷം ചെയ്ത് നോക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പോലെയാണ്. അപ്പം എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് നോക്കാം. സെറ്റ് മുണ്ടാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് ആണ്. മുണ്ട് വരുന്നത് സെറ്റ് മുണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതാണ്. അപ്പം അതിലാണ് ആദ്യം പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ട്രേസിങ് പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ ഫ്രീ ആയിട്ട് പെൻസിലുകൊണ്ട് വരച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ തണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, പെയിൻറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഫ്ലവറായിട്ട് ഞാൻ പ്രത്യേകം വരയ്ക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഫ്രീ ആയിട്ട് പെൻസിൽ കൊണ്ട് 2 തണ്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഫ്ലവറൊന്നും ഞാൻ വരച്ചിട്ട് ചെയ്യല്ല, ജസ്റ്റ് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഒരു 2 പെയിൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു പേൾ ഗ്രീന് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പം ഇതിന് എമൗണ്ട് വരുന്നത് 30 റുപ്പീസാണ്. 15 ml, ജസ്റ്റ് 30 റുപ്പീസേ ഉള്ളൂ. 15 ml. അതുപോലെ തന്നെ ഇതും 15 ml, ജസ്റ്റ് 25 റുപ്പീസേ ഉള്ളൂ. ഇപ്പം ഈ 2 കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 2 തരം ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് പെറ്റൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷും, നമുക്ക് സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം.
വാട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല. വിസിബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രീ ആയിട്ടാണ് വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, സ്കെച്ചില്ല. നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പോർഷൻ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കളർ ചെയ്യാം ഗ്രീൻ എടുത്തിട്ട്. ഇതാണ് ഒരു പോർഷൻ ഫസ്റ്റായിട്ട് വരച്ചത്. ഇനി ഇത് നമ്മൾ താഴേക്ക് ചെയ്തു പോകണം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിലൊരു ന്യൂസ് പേപ്പർ വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് അതിൻ്റെ ബേസ് എന്താണോ അതിൻ്റെ മേലേക്ക് ഈ കളറ് പതിഞ്ഞു പോകും. അപ്പം ഒരു ന്യൂസ് പേപ്പർ, എന്തെങ്കിലും ഒരു പേപ്പർ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം ഇനി ഗ്രീന് നമുക്ക് ചെയ്യാം. പണ്ടൊക്കെ പലതും പരീക്ഷിക്കുമായിരുന്നു. ഇപ്പം മടി കാരണം, നേരമില്ലാത്തത് കാരണം, അങ്ങനെ പല കാരണങ്ങൾ കാരണം ഒന്നും ചെയ്യാറില്ല. ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം.
ആണ് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കിത് ഇവിടെ താഴേക്ക് ചെയ്ത് പോവാം. ഇനി ഇതിൻ്റെ 2 സ്റ്റെമ്മും കൂടിയാണ് ചെയ്യാനുള്ളത്, ഗ്രീന് വെച്ചിട്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ സെറ്റ് മുണ്ടിൻ്റെ പോർഷൻ ഫിനിഷ് ആവും. അപ്പം സെറ്റ് മുണ്ടിലെ പോർഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിനിഷിങ്. ഇത് ഫിനിഷ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾക്ക് ഇപ്പോൾ വെറ്റായിട്ടായിരിക്കും ഉള്ളത്, അപ്പം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റിലല്ല നമ്മൾ ഉണങ്ങാൻ വേണ്ടി വയ്ക്കുന്നത്, അല്ലാതെ ഷെയ്ഡ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത രീതിയിലാണ് നമ്മളിത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുന്നത്. അത് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അയൺ ചെയ്തിട്ടോ, വാഷ് ചെയ്യാതെ തന്നെ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. മറ്റത് നമ്മൾ ചെയ്ത് അത് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഫിനിഷ് ആക്കണം. പക്ഷേ ഇത് 2 പ്ലേസിൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗം അപ്പുറത്തെ സൈഡ് ചെയ്യുന്ന കാരണം ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുള്ളൂ. ഈ ഒരു എൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ ഇത് കഴിഞ്ഞ് മറ്റേത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിങ്ങനെ ഇട്ടിട്ട് മറ്റേ എൻ്റെ ഇന്ന് തന്നെ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇപ്പം തന്നെ ചെയ്യാൻ പോവാണ്. ഇതാണ് ഫൈനലായിട്ട് ചെയ്തത്. ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്തതാണ്. ഞാൻ ഒരു 12 o'clock ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം 3:20 ആകുമ്പോഴേക്ക് നിർത്തി മോനെ അങ്കനവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ചെയ്ത് നിർത്തിയതാണ്. പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി അത് ഡ്രൈ ആക്കണം. അപ്പോൾ സാരീൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അത് ഡ്രൈ ആയി. ഞാനത് വെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പോർഷനിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് 3 hours-ൻ്റെ ഉള്ളിൽ 3 and 3.5 hours-ൻ്റെ ഉള്ളിൽ ചെയ്താൽ ജസ്റ്റ് 12 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 3:30-ൻ്റെ ഉള്ളിൽ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സ്പീഡിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്തതാണ്. യെല്ലോ കളറായത് കാരണം എൻ്റെ ക്യാമറയിൽ അത് വിസിബിൾ ആവുന്നില്ല. അത്രയ്ക്കും അങ്ങോട്ട് വിസിബിൾ ആവുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പം സാരീൻ്റെ ഈ പോർഷനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ പോർഷനിലൊക്കെ ചെയ്യാൻ ടൈമുണ്ടെങ്കിലും കുറച്ച് മെനക്കേടാണല്ലോ. അപ്പം ടൈമും മനസ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചെയ്യായിരുന്നു. പിന്നെ ഞാനൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിഷു ആയത് കാരണം എല്ലാവരും വിഷുവിനൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ഞാനൊന്നും സ്കെച്ച് ചെയ്യുക അല്ലെങ്കിൽ വരയ്ക്കുകയൊന്നും ചെയ്യാതെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്തു പോയതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്ത റബൽ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി വിഷു.